മലയോര ഹൈവേയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റുന്നതിന് നടപടിയുമായി വനംവകുപ്പ്. എല്ലക്കൽ മുതൽ രാജാക്കാട് വരെയുള്ള ഭാഗത്തെ മരങ്ങളാണ് മുറിച്ചുമാറ്റുക. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനംവകുപ്പ് അനുമതി നൽകേണ്ട മരങ്ങൾ മുറിക്കുവാൻ നടപടി വേഗത്തിലാക്കിയത്. എല്ലക്കൽ മുതൽ രാജാക്കാട് വരെ 20ഓളം മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത്. ഇതിൽ 9 എണ്ണം മുറിക്കുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ DFO നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള മരങ്ങളും അടിയന്തരമായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA ജോൺസൺ പറഞ്ഞു. കേരളത്തിലെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് എല്ലക്കൽ മുതൽ നമ്മുടെ രാജാക്കാട് ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു 20ഓളം മരങ്ങൾ, ആ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന 20 മരങ്ങളും അതിൻ്റെ അളവെടുത്ത് അത് സോർട്ട് ചെയ്ത് അത് നമ്മൾ വനം വകുപ്പിന് കൊടുത്ത് അതിനുശേഷം എന്ന് വെച്ചാൽ മുറിക്കാനുള്ള അനുമതി കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ 9 മരങ്ങളുടെ അനുമതി ഇപ്പോൾ ഓൾറെഡി മൂന്നാർ DFO കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ഒരു 11 മരങ്ങൾ, ആ 11 മരങ്ങളുടെ അനുമതിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഉടൻ തന്നെ ഒരു താമസം നമ്മുടെ ഭാഗത്ത് നിന്ന്, വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു താമസവും ഉണ്ടായിരിക്കുന്നില്ല. നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി മരങ്ങൾ അടയാളം സോർട്ട് ചെയ്യുന്നതിന് നടപടികളും സ്വീകരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.